ജീവിതത്തിലെ വിഷമഘട്ടങ്ങൾ നേരിട്ട നടി മേഘന വിൻസെന്റ് ഇന്ന് സന്തോഷകരമായൊരു ജീവിതം നയിക്കുകയായിരുന്നു. വിവാഹമോചനം മേഘയ്ക്ക് മാനസികമായി തളർത്ത സംഭവമായിരുന്നു. ഡോൺ ടോമി എന്നായിരുന്നു ഭർത്താവിൻ്റെ പേര്. നടി ഡിപ്പിൾ റോസിന്റെ സഹോദരനാണ് ഡോൺ ടോമി. വിവാഹം കഴിഞ്ഞ് കുറച്ച് നാളുകൾക്കുള്ളിൽ ഇവർ അകന്നു. വേർപിരിയലുണ്ടായ മാനസികാവസ്ഥയെക്കുറിച്ച് ഒരിക്കൽ മേഘന വിൻസെന്റ് പറഞ്ഞ വാക്കുകൾ സോഷ്യൽ മീഡിയയിലെല്ലാം ചർച്ചയായതുമാണ്. ഏതൊരു സാഹചര്യത്തിലും കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നത് അമ്മയാണ്. വിഷമഘട്ടത്തിൽ ഞാൻ ചിലപ്പോഴൊക്കെ രൂക്ഷമായി അമ്മയോട് പെരുമാറിയിട്ടുമുണ്ട്. ഷോയ്ക്ക് പോലുള്ള നാളുകളായിരുന്നു എനിക്കുള്ളത്. എന്നിട്ട് പോലും ഒരു വിഷമം പോലും അമ്മയെ വിട്ട് പോയിട്ടില്ല. പിന്നീട് എൻ്റെ ശബ്ദം കൂടാൻ തുടങ്ങി. ഞാൻ നോർമലായെന്ന് അമ്മ മനസ്സിലാക്കി. ഒരു നിമിഷം പോലും അമ്മയുടെ അടുത്ത് നിന്ന് മാറിയിട്ടില്ല. അതിൽ ഞാൻ ഭാഗ്യവതിയാണ്. ശബ്ദം പോലും ഉയർത്താതെ കൂട്ടിയിട്ടുണ്ടായിരുന്നു അമ്മ. എൻ്റെ മാറ്റം കണ്ടപ്പോൾ എന്തോ മനസ്സിലുണ്ടെന്ന് അമ്മയ്ക്ക് മനസ്സിലായി. താൻ എല്ലാവരെയും പെട്ടെന്ന് വിശ്വസിക്കും. അതിൻ്റെ ശക്തിയും ദൗർബല്യവും മേഘന വിൻസെന്റ് അന്ന് തുറന്നു പറഞ്ഞിരുന്നു. വേറെ ഓപ്ഷനുകളില്ലെങ്കിൽ തളർന്നു പോയിക്കുന്നത് നിന്ന് തിരിച്ചു വന്നേ പറ്റൂ. വീണ് കിടക്കാനുള്ളതല്ല ഓപ്ഷൻ എല്ലാവർക്കും ഉണ്ടാകില്ല. അപ്പോൾ നമ്മൾ ഓടിയേ പറ്റൂ. തിരിച്ചു വരാൻ ഒരുപാട് സമയമെടുക്കും. ഒരുപാട് കരഞ്ഞു. ആ സമയം താൻ തമിഴ് സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. സീരിയൽ ഡയലോഗ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പല പ്രാവശ്യം താൻ വീണിട്ടുണ്ട്. കല്യാണം കഴിക്കുന്നത് ഒരിക്കലും ഇങ്ങനെയാകുമെന്ന് പ്രതീക്ഷിച്ചിട്ടല്ലല്ലോ. ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ നേരിടേണ്ടി വരുമെന്ന് ചിന്തിച്ചിട്ട് പോലുമില്ല. അമ്മയാണ് ആ ഘട്ടത്തിൽ ഒപ്പം നിന്നത്. എനിക്കല്ലാതെ അമ്മയെ ആർക്കും തകർക്കാൻ പറ്റില്ല. അന്നത്തെ സംഭവം ജീവിതത്തിൽ വലിയൊരു പാഠമായി മാറി. പക്വത വന്നു. ഇങ്ങനെയൊന്നും സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ താൻ പക്വതയില്ലാതെ മുന്നോട്ട് പോയിട്ടുണ്ടാകുമെന്നും മേഘന വിൻസെന്റ് അന്ന് പറഞ്ഞു. മൈൽ സ്റ്റോൺ മേക്കേഴ്സ് നൽകിയ അഭിമുഖത്തിലായിരുന്നു മേഘന വിൻസെന്റ് ഈ കാര്യങ്ങളെല്ലാം തന്നെ തുറന്നു പറയുന്നത്. പിരിഞ്ഞതിന് കാരണം എന്താണെന്ന് വ്യക്തമായി അറിയിക്കേണ്ടവർക്ക് അറിയാം. പിന്നെ നമുക്ക് കോടതിയിലുണ്ടായ കുറേ നിയമങ്ങളുമുണ്ട്. അതിനാൽ തുറന്നു പറയാനും പറ്റില്ല. പക്ഷെ തുറന്നു പറയുന്നവരുമുണ്ട്. അത് ഓരോരുത്തരുടെ ഓപ്ഷനാണ്. എൻ്റെ ഓപ്ഷൻ പറയേണ്ട എന്ന് തന്നെയാണ്. നാളേക്ക് അത് വലിയ രൂപത്തിലുള്ള മോശമായി മാറും. മേഘന വിൻസെന്റ് വളരെ പക്വതയോടുകൂടി തന്നെയാണ് കാര്യങ്ങളും സംസാരിച്ച് തീർത്തത്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്ത് പറയുക. മേഘന വിൻസെന്റ് വീണ്ടും ഒരു വിവാഹം കഴിച്ച് കാണാൻ വേണ്ടി പ്രേക്ഷകരും കാത്തിരിക്കുകയാണ്. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഫ്രണ്ട്സ്.